ഓ, എന്തൊരു അന്തസ്സാണപ്പാ, എന്തൊരു ഗംഭീരമാണപ്പാ നിങ്ങളുടെ കാര്യങ്ങൾ. കോൺഗ്രസിന്റെ ജാഥ പുതുയുഗ പിറവിയുമായി സതീശൻ ഇങ്ങനെ കുമ്പളെ തുടങ്ങി ഉദ്ഘാടന വേദിയിൽ പൊട്ടിയ അടിയുണ്ടല്ലോ. ഇന്ന് കണ്ണൂരിലേക്ക് എത്തിയപ്പോ സാക്ഷാൽ കെ സുധാകരൻ ഇല്ല മണ്ഡലത്തിൽ. ഒരൊറ്റ പൊതുസമ്മേളന വേദിയിൽ പോലും പങ്കെടുക്കാതെ കെ എസ് തന്റെ തട്ടകത്തിൽ നിന്നും മാറി നിൽക്കുന്നു എന്ന ഏറ്റവും പുതിയ വാർത്തയാണ് രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. CPM-ന്റെ ജാഥയിലേക്ക് നോക്കി CPM-ന്റെ വലിയ പ്രവർത്തനങ്ങൾ പരാജയപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞ് വരുത്തി തീർക്കാൻ വേണ്ടി സതീശനൊക്കെ കാട്ടിക്കൂട്ടിയ അംഗവും പോരും ഉണ്ടല്ലോ ഈ നാട്ടിൽ. അതിനെ മുഴുവനും തിരിഞ്ഞു കൊത്തിക്കൊണ്ടാണ് നടക്കുന്നത്. ഒരു ജില്ല കഴിഞ്ഞിട്ടില്ല. ഇനി കേരളത്തിന്റെ ഓരോ മണ്ഡലങ്ങളും ഓരോ ജില്ലകളും പിന്നിട്ട് ഇങ്ങനെ പുത്തരിക്കണ്ടത്തേക്ക് എത്തുമ്പോ എന്തായിരിക്കും ഇവിടുത്തെ അവസ്ഥ എന്ന് ചിന്തിച്ചു നോക്കൂ ജനങ്ങളെ. നിങ്ങൾ കെ സുധാകരൻ എന്ന ഒരു രാഷ്ട്രീയ നേതാവിനെ പരിപൂർണമായി പടലപ്പിണക്കത്തിലൂടെ ഇങ്ങനെ അട്ടപ്പടലം മൂഞ്ചിയിരിക്കുകയാണ് കോൺഗ്രസ്. 10 വർഷം പ്രതിപക്ഷത്തിരുന്ന് കോൺഗ്രസിന്റെ ലാസ്റ്റ് ബസ്സാണ് ഈ പോകുന്നത്. ഇതിൽ ജയിച്ചില്ലെങ്കിൽ ഇല്ല കോൺഗ്രസിൽ നിന്ന് കുത്തൊഴുക്ക് BJP-യിലേക്ക് ഉണ്ടാവും. BJP ശക്തമായി ഇവിടെ വലിയ രീതിയിലുള്ള ഒരു സ്വാധീനമായി മാറും എന്നൊക്കെ പറഞ്ഞ് കോൺഗ്രസ് ഇങ്ങനെ അവസാന ശ്വാസത്തിൽ നിൽക്കുമ്പോഴും കെ സുധാകരൻ എന്ന കോൺഗ്രസിന്റെ കേരളത്തിന്റെ മുഖമായ നേതാവുണ്ടല്ലോ, അടക്കി വെക്കാനാവുന്നില്ല. ആ പടലപ്പിണക്കത്തെ തുറന്നു കാട്ടുകയാണ്. KC പ്രസംഗിച്ച ഉടനെ ഇറങ്ങിപ്പോയി KS കുമ്പളയിൽ നിന്ന്. ഇന്ന് കണ്ണൂരിൽ തട്ടകത്തിൽ വന്നപ്പോഴും ഒരൊറ്റ വേദിയിൽ KS ഇല്ല. ചോദിക്കുമ്പോഴോ അറിയില്ല, ശ്രദ്ധിച്ചില്ല, വരാനിരിക്കുന്നതേ ഉള്ളൂ. നിങ്ങൾ എന്തിനാണ് നേതാക്കളെ ശ്രദ്ധിക്കുന്നത്, ജനപങ്കാളിത്തം കാണുന്നില്ലേ എന്നൊക്കെ പറഞ്ഞ് കോൺഗ്രസ് നേതാക്കൾ ഇങ്ങനെ തട്ടുപൊളിപ്പൻ പ്രസംഗം നടത്തി മുന്നേറുകയാണ്. മൂഞ്ചി കുത്തിയിരിക്കുകയാണ്, പറയാതിരിക്കാൻ വയ്യ. അടപ്പടലം പൊളിഞ്ഞിരിക്കുകയാണ് സതീശന്റെ ജാഥ എന്നുള്ളതാണ്. പരിപൂർണമായ തോൽവിയിലേക്ക് സതീശൻ വടക്കൻ കേരളം തുടങ്ങിയപ്പോൾ തന്നെ കടന്നു പോയിരിക്കുന്നു, ഒന്ന് പ്രതിരോധിക്കാനാവാതെ. എത്ര പറഞ്ഞാലും കോൺഗ്രസ് നിങ്ങൾ കോൺഗ്രസ് തന്നെയാണ്, അത് മനസ്സിലാക്കുക. ഗ്രൂപ്പിസത്തിലും പടലപ്പിണക്കത്തിലും മുതിർന്ന നേതാക്കളുടെ പ്രശ്നങ്ങളിലും ഒക്കെ കിടന്നുഴഞ്ഞിങ്ങനെ കിടന്നു വലയുന്ന ഒരു പ്രസ്ഥാനം തന്നെയാണ്, അതിലൊരു സംശയവുമില്ല. നിങ്ങൾ ഇങ്ങനെ പുറമേനിയിലൂടെ ഒന്നും ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുകയും വേണ്ട. ഈ നാട്ടിൽ 10 അല്ല 100 കൊല്ലം പ്രതിപക്ഷത്തിരുന്നാലും നിങ്ങൾ നിങ്ങളായി തന്നെ തുടരും. അല്ലാതെ നിങ്ങൾ പ്രതിപക്ഷത്തായത് കൊണ്ടൊന്നും പഠിക്കുമെന്ന് തെറ്റിദ്ധരിക്കാൻ ഈ നാട്ടിലെ ജനങ്ങളില്ല. 100% സതീശൻ ഇങ്ങനെ കോരം പ്രസംഗിക്കുന്നുണ്ട്. 10 വർഷം ഈ നാട് കഴിഞ്ഞു പോയ ദുരനുഭവങ്ങളെ തിരിച്ചു ചേർത്ത് കൂട്ടി ഈ നാടിനെ ഇങ്ങനെ നന്നാക്കി എടുക്കാൻ കോൺഗ്രസ് വരാൻ ജനങ്ങൾ കാത്തിരിക്കുന്നു. ഏത് കോൺഗ്രസ്? നിങ്ങൾ പറയുന്നതിന് പാടെ പുല്ല് വില കൽപ്പിച്ച് നൽകുന്ന കോൺഗ്രസോ? അണികൾ മുഴുവനും ശിഥിലമായി ഇങ്ങനെ മാറി നിൽക്കുമ്പോ, നേതാക്കളുടെ പ്രശ്നങ്ങളെ ഇങ്ങനെ എടുത്തു കാണിക്കുമ്പോ എന്ത് കണ്ടാണ് നിങ്ങളുടെ അണികൾ പോലും പഠിക്കേണ്ടതെന്ന് രാഷ്ട്രീയ കേരളം ചോദിച്ചു കൊണ്ടിരിക്കുമ്പോ നിങ്ങൾ വന്ന് കേരളത്തിൽ എന്തുണ്ടാക്കാനാണെന്ന് രാഷ്ട്രീയ ബോധ്യമുള്ളവർ ചോദിക്കും. അതിലൊരു സംശയവുമില്ല. അങ്ങനെ KS-ന്റെ വിടവ് ശക്തമായി വടക്കൻ കേരളത്തിലെ പുതുയുഗ യാത്രയിൽ ഇങ്ങനെ നോട്ട് ചെയ്തിട്ടേക്കുക. വരാനിരിക്കുന്ന ദിവസങ്ങളിൽ ആ ജാഥയിൽ എന്തൊക്കെ സംഭവിക്കുന്നു എന്ന് നമുക്ക് നോക്കിക്കാണുകയും ചെയ്യാം.